ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. ക്ലിയർ? അപ്പോൾ എന്താണ് ഈ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മളിവിടെ നോക്കുന്നില്ല. ക്ലിയർ? അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ക്ലിയർ, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിഫറൻസ് ഷെയർസ് ഒരു പക്ഷേ അല്ലേ ഇപ്പോഴത്തെ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IFRS അല്ലെങ്കിൽ പുതിയ NDAS ഫ്രെയിംവർക്കൊക്കെ അനുസരിച്ച് മിക്കവാറും കേസസിലും അതൊരു ഡെപ്റ്റ് സെക്യൂരിറ്റി പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ചില കേസസിൽ അത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഇക്വിറ്റി അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി പോർഷനായിട്ട് വരാൻ സാധ്യതയുള്ള, ക്ലിയർ, പോസിബിലിറ്റി ഉള്ള ഇക്വിറ്റി പോർഷൻസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഒരു ഷെയർസിന് അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ റിലേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലിയർ? ഇൻ ഓൾ അതർ കേസസ് preference shares will be, or preference shares capital will be called as the debts security. Clear? എനിവേ, ഇപ്പോൾ IFRSൻ്റെ ഫ്രെയിംവർക്ക് അല്ല എങ്കിൽ പോലും, പ്രീവിയസ് ഫ്രെയിംവർക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും, പഴയ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പോലും, ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിൽ ഡിവിഡൻഡ് കൊടുക്കാനും അല്ലേ ഒക്കെ ഉള്ള ഒരു സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും കേസിൽ അവർക്ക് ഈ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. എക്സ്ട്രാ ആയിട്ടൊന്നും എന്തുണ്ടാവില്ല, എലിജിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? സോ ഇറ്റ് ഈസ് വർക്ക്ഡ് ഔട്ട് ഇൻ ദ സിമിലർ ഫാഷൻ, ക്ലിയർ, ആസ് ദാറ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഡെറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് നമ്മൾ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു കാര്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, വ്യത്യാസം വരുന്നുള്ളൂ. ക്ലിയർ? ഇൻസ്റ്റെഡ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ക്ലിയർ, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഡിവിഡൻഡ് പേയ്മെൻ്റ് ആയിട്ട് വരും. ക്ലിയർ? അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി ചേർക്കുന്നു. ക്ലിയർ? ഇപ്പോൾ ഡി ആയിട്ട് അറിയുന്നതിന് വേണ്ടി ഇത് പ്രിഫറൻസ് ഡിവിഡൻഡാണെന്ന് അറിയാൻ വേണ്ടി ഒരു സബ്സ്ക്രിപ്റ്റ് പി വേണമെങ്കിൽ നമുക്ക് ഇത് ചേർക്കാം. ക്ലിയർ? ഇപ്പോൾ ഡി പി സ്റ്റാൻഡ്സ് ഫോർ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്നത്. അപ്പോൾ ആ രീതിയിൽ സബ്സ്ക്രിപ്റ്റ് പി ചേർത്തുകൊണ്ട് നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഇതിൻ്റെ നോട്ടേഷൻ ഫോർമുല നോക്കുകയാണെങ്കിൽ, സോ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ which is perpetual in nature. Clear? Redeemable അല്ലാത്തൊരു പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് വിചാരിക്കുക. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്, പെർപീച്വൽ പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പെർപീച്വൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ KP, ക്ലിയർ, that is cost of preference capital equal to DP divided by P. Clear? That is D divided by P. Preference dividend divided by P. P stands for the preference share capital or net proceeds. NP വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ MP വേണമെങ്കിൽ ചേർക്കാം, മാർക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ. ക്ലിയർ? അല്ലെങ്കിൽ P0 കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ ചേർക്കാം. ക്ലിയർ? അപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ NPയുടെ കേസാണ് ഒരു ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ല, പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് വേണ്ടി വരും, ഇവിടെ പ്രീമിയം എത്രയായിരിക്കും ഇഷ്യൂ ചെയ്യുക, ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പാറിലായിരിക്കും ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? അത് അനുസരിച്ചിട്ട് നെറ്റ് പ്രൊസീഡ്സിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും. അല്ലേ? ഇതെങ്ങനെയാണ് നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അല്ലേ? NP ഈക്വൽ ടു ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം, ക്ലിയർ, ഓർ മൈനസ്, ക്ലിയർ, പ്ലസ് ഓർ മൈനസ് ആണ്, ഓർ മൈനസ് ഡിസ്കൗണ്ട്, ക്ലിയർ, ദെൻ മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. ക്ലിയർ? ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്ത് DP ഡിവൈഡ് ബൈ NP ചെയ്തിട്ട് വേണം ചെയ്യാം. Then it may be noted that dividends are not allowed to be deducted in computation of tax. Clear? ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് ഒരു ഡിഡക്റ്റബിൾ അല്ല ഈ നോർമൽ കേസ്. ക്ലിയർ? സാധാരണ കേസ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ ഫ്രെയിംവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അനുസരിച്ച്, ക്ലിയർ, നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ IFRS ഫ്രെയിംവർക്കിലൊക്കെ അതിന് വ്യത്യാസമുണ്ട്, എങ്കിലും നമ്മൾ പഴയ രീതിയിൽ തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്, ക്ലിയർ, ഫോർ ദി ടാക്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ടാക്സ്, ക്ലിയർ, നമ്മളിവിടെ എടുക്കുന്നില്ല. ഓക്കെ, ആഫ്റ്റർ ടാക്സ് കോസ്റ്റിൻ്റെ റിലവൻസ് ഇവിടെ വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ദെൻ സംടൈംസ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇഷ്യൂ ചെയ്യാറുണ്ട്. സംടൈംസ് എന്നല്ല, ഇപ്പോൾ ഇന്ത്യയിലുള്ള നിലവിലുള്ള നിയമം അനുസരിച്ച് കമ്പനീസ് ആക്ട് ഓഫ് 2009 അല്ലേ 2013 അനുസരിച്ച്, ക്ലിയർ, 2013 വന്ന കമ്പനീസ് ആക്ട് അനുസരിച്ച് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് മാത്രമേ
നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ക്ലിയർ. അതുപോലെ തന്നെ അതിൻ്റെ റിഡംഷൻ പീരീഡും മെച്യൂരിറ്റി പീരീഡും വളരെ കൂടുതൽ പാടുമില്ല. ക്ലിയർ. അപ്പോൾ നിശ്ചിത പീരീഡും സ്റ്റേറ്റും 20 years പറയുന്ന ഒരു പീരീഡൊക്കെ വെച്ചാണ്. അതിൽ കൂടുതൽ പീരീഡ് ഉള്ള ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാനും പറ്റില്ല. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ റെഡീമബിൾ ആണ്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വരാം. അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല ഡെപ്റ്റിൻ്റെ അതേ ഫോമുല തന്നെയാണ്. ഇവിടെ എന്തുമാത്രം നമ്മൾ മാറ്റുന്നു? ഐ എന്ന് പകരം അല്ലെ ഇൻട്രസ്റ്റ് എന്ന് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇന്ന് DP അല്ലെങ്കിൽ D ചേർക്കുന്നു. ക്ലിയർ. ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻഡ് മാത്രം ചേർക്കുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ MV എന്ന് പറയുന്നത് മെച്യൂരിറ്റി വാല്യൂ ആണ്. ക്ലിയർ. അല്ലെങ്കിൽ നമുക്ക് അതിന് റിഡംഷൻ വാല്യൂ RV എന്ന് തന്നെ ഉപയോഗിക്കാം. ക്ലിയർ. RV മൈനസ് NP ഡിവൈഡ്. ക്ലിയർ. അങ്ങനെ വെച്ചാൽ അതുപോലെ 1/n ആണ് വരുന്നത്. ക്ലിയർ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ എഴുതിയാലും മതി നമ്മൾ. ക്ലിയർ. therefore KP ഈക്വൽ ടു D അല്ലെങ്കിൽ DP പ്ലസ് 1/n ഇൻറ്റു RV മൈനസ് NP ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഓഫ് RV പ്ലസ് NP. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ക്ലിയർ. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂവിനെ നമുക്ക് വേണമെങ്കിൽ റിഡംഷൻ വാല്യൂ എന്ന് വേണമെങ്കിലും പറയാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന ഏത് വാല്യൂവിനാണ് അതിനെ റെഡീമബിൾ വാല്യൂ അല്ലെങ്കിൽ റിഡംഷൻ വാല്യൂ എന്ന് പറയാം. നെറ്റ് പ്രോസീഡ് NP പറയുന്ന നെറ്റ് പ്രോസീഡ്സ് തന്നെയാണ്. DP എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. ഓക്കെ. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി ഇഷ്യൂസ് 10,000 10% preference shares of 100 each. Cost of issue is ₹2 per share. Calculate the cost of preference capital if the shares are issued at par at a premium of 10% and a discount of 5%. അല്ലെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇതിനെ നോക്കുക. ക്ലിയർ. KP ഈക്വൽ ടു D ഡിവൈഡ് ബൈ NP. ഇവിടെ നമുക്ക് റിഡംഷൻ്റെ പീരീഡ് ഒന്നും തരാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഫോമിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ. ഇവിടെ ഒരു ഡിബഞ്ചറിൻ്റെ സിംഗിൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ എടുത്തിട്ട് ചെയ്യാം. ക്ലിയർ. 100 rupees തന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് വർക്കൗട്ട് ചെയ്തിട്ടും ചെയ്യാം. പെർ ഡിബഞ്ചർ പെർ പ്രിഫറൻസ് ഷെയർസ് എടുത്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ എടുത്തിട്ടും ചെയ്യാം. ക്ലിയർ. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. 10,000 ഇൻറ്റു 100 അല്ലെങ്കിൽ 1,000 ഇൻറ്റു അല്ലേ 1,000 ആണെന്നാണ് തോന്നുന്നത്. ക്ലിയർ. So a company issues 10,100 debenture. Clear. അപ്പോൾ 100 10,000 into 100. So that is a total value. Clear. That is equal to 10 lakh rupee. 10 lakh into 10%. 10% preference ആണ്. അപ്പോൾ ഡിവിഡൻഡ് റേറ്റ് എത്രയാണ്? 10% അല്ലേ. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് റേറ്റ് അതിൻ്റെ പ്രിഫിക്സ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്ന റേറ്റാണ് അതിൻ്റെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10% നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രിഫറൻസ് ഡിവിഡൻഡ്. സോ ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ക്ലിയർ D ഈക്വൽ ടു 1 lakh rupee എന്ന് കിട്ടും. 10 lakh into 10/100. ക്ലിയർ. 10 lakh minus 20,000 ഫ്ലോട്ടിംഗ് കോസ്റ്റ് 10,000 ഷെയർസിന് 2 രൂപ വെച്ചിട്ടുള്ള. അപ്പോൾ 10,000 into 2 എന്ന് പറയുമ്പോൾ 20,000 രൂപ വരും. ക്ലിയർ. ദാറ്റ് ഈസ് 1 lakh divided by 9,08,000 into 100 ഈക്വൽ ടു 10.2% വരും. ഓക്കെ. ഇത് അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് സിറ്റുവേഷൻ എടുത്ത് നോക്കുക. ക്ലിയർ. അറ്റ് എ പ്രീമിയം ഓഫ് 10%. 10% പ്രീമിയം എന്ന് പറയുമ്പോൾ എന്തിലാണ് മാറ്റം വരിക? നെറ്റ് പ്രൊസീഡ്സിൽ മാറ്റം വരും അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് സെയിം തന്നെയാണ് 1 lakh rupee. ക്ലിയർ. 10%. 10 lakh into 10/100 1 lakh. ക്ലിയർ. ഡിവൈഡഡ് ബൈ 10 lakh plus 1 lakh minus 20,000 floating cost. Clear. So that is equal to 1 lakh divided by 10,80,000 into 100. That is 9.26% എന്ന് കിട്ടും. ഇത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയം. ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കുക? ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. ക്ലിയർ. സോ ഫേസ് വാല്യൂ ഈസ് 10 lakh. ഡിസ്കൗണ്ട് ഈസ് 5%. ദാറ്റ് ഈസ് 50,000. ആൻഡ് ക്ലിയർ ഫ്ലോട്ടിംഗ് കോസ്റ്റ് ഈസ് 20,000. ക്ലിയർ. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ 5% 50,000 രൂപ നമുക്ക് കിട്ടും. 2 രൂപ വെച്ചിട്ട് 20,000 രൂപ വരും. ഇതെല്ലാം മൈനസ് ചെയ്യുന്ന നെറ്റ് പ്രൊസീഡ്സ് 1 lakh divided by 9,30,000 into 100 വരും. അപ്പോൾ 10.75% അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ. ദിസ് ഈസ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. എ കമ്പനി ഇഷ്യൂസ് 10,000 10% preference shares of ₹100 each. Clear. Redeemable after 10 years at a premium of 5%. Cost of issue is 2 per share. Clear. Calculate the preference share capital. Clear. ഇവിടെയും
റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ പീരീഡും തന്നിട്ടുണ്ട്. റെഡീമബിൾ ആഫ്റ്റർ അല്ലേ എത്ര വർഷമാണെന്നൊക്കെ തന്നിട്ടുണ്ട്. റെഡീമബിൾ ആഫ്റ്റർ 10 ഇയർ. അപ്പോൾ 10 ഇയറാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ എടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് എടുക്കുക? നമുക്കറിയാം KP = അല്ലേ D പ്ലസ് 1/n ഇൻറ്റു RV മൈനസ് NP, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ കാണുന്ന പോലെ RVക്ക് പകരം MV തന്നെ എടുക്കാം കേട്ടോ. ഡിവൈഡ് ബൈ 1/2 ഓഫ് RV പ്ലസ് NP. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ അല്ലേ ഡിവിഡൻഡ് എത്രയായിട്ട് 1 lakh rupee. ഓക്കെ, 1 / 10. ദെൻ ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 5% പ്രീമിയം എന്ന് പറയുന്നതുകൊണ്ട് 10 lakh ഇൻറ്റു അല്ലേ 5/100 വരുമ്പോൾ 50,000 കൂടെ വരുന്നു. അപ്പോൾ 10,50,000. നോക്കൂടെ എന്താ പറയുക കൊടുത്തിരിക്കുന്നത്? റെഡീമബിൾ ആഫ്റ്റർ 10 ഇയേഴ്സ്. ഓക്കെ, അറ്റ് എ പ്രീമിയം ഓഫ് 5%. റിഡംഷൻ വാല്യൂ ആണ്. ക്ലിയർ? RV = ക്ലിയർ 5% കൂടുതലാണ്. അപ്പോൾ 10 ലക്ഷം രൂപയുടെ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 5% പ്രീമിയം കൂടെ ചേർക്കുമ്പോൾ 50,000 റുപ്യ. അപ്പോൾ 10,50,000 രൂപയാണ് ആകെ റിഡംഷൻ വാല്യൂ ആയിട്ട്. ക്ലിയർ? അപ്പോൾ റിഡംഷൻ വാല്യൂ ഇസ് 10,50,000 ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് = 10 lakh മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ് 20,000. ക്ലിയർ? ദാറ്റ് ഈസ് = 9,80,000. Okay, then 1/2 of 10,50,000 plus 9,80,000. So that is equal to, when reduce ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 lakh plus 7,000 divided by 10,15,000 into 100, that is equal to 10.54% എന്ന് കിട്ടും. ക്ലിയർ? ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ പെർ ഡിബഞ്ചർ എടുത്ത് പെർ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക അവിടെ? ക്ലിയർ? 10% പ്രിഫറൻസ് ഷെയർസിന്. അപ്പോൾ 100 രൂപയ്ക്ക് 10 രൂപ എന്ന് വെച്ചെടുത്താണ്. ക്ലിയർ? 1/10. ക്ലിയർ? ഇൻറ്റു RV = 105 രൂപ. ക്ലിയർ? ഫ്ലോട്ടിംഗ് കോസ്റ്റ് എല്ലാം കൊടുത്ത് നെറ്റ് പ്രൊസീഡ്സ് വന്നാൽ 98 രൂപ. ക്ലിയർ? ഡിവൈഡഡ് ബൈ 1/2 ഓഫ് 105 പ്ലസ് 98. ഇങ്ങനെ ചെയ്താലും എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ആൻസർ. ക്ലിയർ? 10.54% എന്ന് കിട്ടും. ക്ലിയർ? ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെ പെർ പ്രിഫറൻസ് ഷെയർസ് വെച്ച് എടുക്കുകയാണെങ്കിൽ, പെർ ഷെയർ വെച്ച് എടുക്കുകയാണെങ്കിൽ, പെർ യൂണിറ്റ് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് കാൽക്കുലേഷനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? അതല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള കേസിലും പെർ പ്രിഫറൻസ് ഷെയർസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. 100 രൂപയാണ് അതിൻ്റെ കേസസ്. ക്ലിയർ? അപ്പോൾ 100 രൂപ വെച്ചിട്ട് നമുക്ക് ഇവിടെ എടുത്താലും അതേപോലെ തന്നെ കിട്ടും. ക്ലിയർ? ഇവിടെ അങ്ങനെ വരുമ്പോൾ എത്ര കിട്ടും? 10 ഡിവൈഡഡ് ബൈ ക്ലിയർ 100 ഓക്കെ മൈനസ് 2 98. ക്ലിയർ? 10/98 ഇൻറ്റു 100, അപ്പോൾ 10.2% എന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെ എടുക്കാം. അങ്ങനെ ഓരോന്നും നെറ്റ് പ്രൊസീഡ്സ് എടുക്കുമ്പോഴെല്ലാം അതുപോലെ തന്നെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പെർ ആയിട്ടായി. ക്ലിയർ? ഡിവിഡൻഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് ആയിക്കോട്ടെ, ഇഷ്യൂ പ്രൈസോ റിഡംഷൻ വാല്യൂ ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യാം? ഒരു ഷെയറിൻ്റെ വാല്യൂ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ രീതിയിലാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെയും ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വരില്ല. കാരണം എന്താ? ടാക്സ് ഇംപ്ലിക്കേഷൻ ഇല്ല, ടാക്സ് റിലവൻസ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ.